ശരിക്കും പൃഥ്വിരാജ് ഔട്ടായോ? നമസ്കാരം. ഈ പൃഥ്വിരാജ് വലിയ തലവേദനയാണ് ചില ആളുകൾക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വലിയ വിദ്വേഷ പ്രചരണങ്ങളിൽ ഒന്ന് പൃഥ്വിരാജിനെ ചുറ്റിപ്പറ്റിയാണ്. എന്താണ് ഇപ്പോൾ ഒരു ആവശ്യം, എന്താണ് ഇപ്പോൾ ഒരു കാര്യം, എന്തെങ്കിലും ഇടപെടലുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് വന്നപ്പോൾ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ നിങ്ങളോടുകൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ചില സുപ്രധാനമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒന്ന് പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ കാരണം അതൊന്നുമല്ല, അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, വിലായത്ത് ബുദ്ധ OTT പോലും എടുക്കാതെ പണ്ടാരടങ്ങി കിടക്കുകയാണ്. പൃഥ്വിരാജ് മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന് ഇവിടെ ഒരു സാധ്യതയില്ല എന്നുള്ള പ്രചരണമാണ് നടക്കുന്നത്. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ സാറൊന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. പ്രചരണത്തിൻ്റെ മൂലകേന്ദ്രങ്ങൾ തപ്പിപ്പോയാൽ എന്താണ് കാരണം എന്ന് നമുക്ക് മനസ്സിലാവും. ഏറ്റവും ഒടുവിൽ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം വരെ ഉണ്ടായ സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. വിദ്വേഷ പ്രചരകർ, പ്രത്യേകിച്ചും സംഘപരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തീവ്ര പക്ഷപാതികൾ അദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. എമ്പുരാൻ സിനിമ ഉൾക്കൊള്ളുന്ന ഉള്ളടക്കം, അത് പറഞ്ഞ അന്നത്തെ രാഷ്ട്രീയം, ഗുജറാത്ത് കലാപം അടക്കമുള്ള രാഷ്ട്രീയം ചർച്ചയായതും അത് സ്വയം സെൻസറിങ്ങിന് വിധേയമായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ എമ്പുരാൻ്റെ ഒരേ ഒരു കാരണമായി, അതിൻ്റെ ഒരു ഉത്തരവാദിയായി അവർ ചിത്രീകരിക്കുന്നത്, ബാക്കി മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂരിനെയൊക്കെ കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രശ്നം നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നിലനിർത്താൻ വേണ്ടി പൃഥ്വിരാജ് വിലായത്ത് ബുദ്ധയിലൂടെ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രചരണത്തിന് വല്ല കാര്യമുണ്ടോ എന്നാണ് ഞാൻ അന്വേഷിച്ചു പോയത്. ഞാൻ ഒന്ന് പൃഥ്വിരാജിൻ്റെ വരാനിരിക്കുന്ന സിനിമകളുടെ കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മൾ 3 പ്രധാനപ്പെട്ട സിനിമകളാണ് എടുക്കുന്നത്. 3 സിനിമകളുടെ ഏകദേശം ഒരു തീരുമാനമായ സാഹചര്യത്തിൽ ആ സിനിമകളുടെ മാത്രം കാര്യങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഉറപ്പായി ഇവന്മാർ പറഞ്ഞ് ശരി, ഇയാൾ എന്തായാലും ഫീൽഡ് ഔട്ട് ആവുന്നു. എന്താണ് കാര്യം? ആദ്യത്തെ സിനിമ നോബഡി. സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിൻ്റെ പകുതി ഞങ്ങൾക്ക് കിട്ടിയ ദേഹത്തുണ്ടോ? പകുതിയാക്കണ്ട, മലയാള സിനിമയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ട്രെയിലറാണ്. പൃഥ്വിരാജിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത പ്രകടനം, സമീപകാലത്ത് എങ്ങും ഇല്ലാത്ത പ്രകടന മികവ് കാണിക്കുന്ന ഒരു സിനിമയാണ് നോബഡി. രാജുവിന് ഏത് ബാങ്കിൽ അക്കൗണ്ട്? SSB. അവിടെ തന്നെ. പിന്നെ അതിനാ രാജീവൻ ISFC ബാങ്കിൽ പോയത്? ഈ പറഞ്ഞ രാജീവൻ ഇതാദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. നോബഡി ആരാണ് എടുക്കുന്നത്? നിസാം ബഷീറാണ് നോബഡിയുടെ സംവിധായകൻ. നിസാം ബഷീറിൻ്റെ മുൻ സിനിമകൾ ഏതൊക്കെയാണ്? കിട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ മലയാള സിനിമ വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്ത ഒരു ഗംഭീര എൻ്റർടൈനറായിരുന്നു. രണ്ടാമത്തെ സിനിമ നിസാം ബഷീർ എടുത്തത് റൊഷാർക്കാണ്. റൊഷാർക്കിലെ നായകനെ ഞങ്ങൾക്ക് ഓർമ്മിടാം, ദിലീപ് എന്ന് പറയുന്ന നായകനെ. ആ നായകൻ എന്ന് പറഞ്ഞാൽ വില്ലൻ. ആ വില്ലനെ റെഡിയാക്കാൻ വേണ്ടി വന്ന മമ്മൂട്ടിയുടെ കഥാപാത്രവും ആ സിനിമ കൈകാര്യം ചെയ്ത രീതിയുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വലിയ തോതിൽ സിനിമാ പ്രേക്ഷകരിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ വാണിജ്യ വിജയം കൈവരിച്ചതുമായ റൊഷാക്ക്. ഇത് രണ്ടും എടുത്ത സംവിധായകൻ നിസാം ബഷീറിൻ്റെ അടുത്ത പടമാണ് നോബഡി. എന്നിട്ടെന്താ, പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു ഇപ്പം ജീവനോടില്ല. നോബഡിയിൽ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു കൂട്ടരെ പ്രകോപിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നോബഡിയിലെ മുഖ്യ കഥാപാത്രത്തെ, സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പാർവതി തിരുവോത്താണ്. ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ? ആരാണ് പാർവതി തിരുവോത്ത്? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷേ പാർവതി തിരുവോത്ത് ഏറ്റവും ഒടുവിൽ മലയാള സിനിമയിലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ തൻ്റെ കരിയറിന് തന്നെ ദോഷമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോയ നടിയാണ് പാർവതി തിരുവോത്ത്. രാജീവ് സാറല്ലേ? സാർ SP ഓഫീസ് വരെ ഒന്ന് വരണമായിരുന്നു. രാജീവിനൊന്നും പറയാനില്ലേ സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏറ്റവും ഒടുവിൽ റോഷി പാലിൻ്റെ പുസ്തകം പുറത്തു വന്ന സാഹചര്യത്തിൽ വീണ്ടും ചർച്ചകളിലേക്ക് പോകുമ്പോൾ ആ കാര്യത്തിൽ സിനിമ രംഗത്ത് നിന്ന് ഉറച്ച നിലപാടെടുത്ത് സ്വന്തം കരിയറിനെ പോലും ബാധിക്കുമായിരുന്നിട്ടും അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് പോയ ആളാണ്. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എൻ്റെ വലിയ കാര്യം.
അവർക്കെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണം, തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അവർ ഫുള്ളായി ഇവർ ഒക്കെ കൂടി ഫീൽഡ് ഔട്ട് ആക്കിയതാണ്. അവർ ഇവിടുന്ന് ഫീൽഡ് ഔട്ട് ആക്കി അവർ തമിഴ്നാട്ടിൽ പോയി, തമിഴ് സിനിമയിൽ വിക്രമിൻ്റെ സിനിമയിൽ തന്നെ നായികയായി വലിയ ചർച്ചയായി. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ഫീൽഡ് ഔട്ട് ആക്കിയിട്ട് അവർ ഹിന്ദി സിനിമയിലും പോയിട്ട് അഭിനയിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഫീൽഡ് ഔട്ട് ആക്കിയ പാർവതി തിരുവോത്ത് നോബഡിയിലൂടെ വീണ്ടും വരികയാണ്. അതിനും പൃഥ്വിരാജിൻ്റെ നായക സിനിമ കാരണമാകുന്നു എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് ഉമ്മാരുടെ പുറകെ നടക്കുക സാറേ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാൻ വന്ന്. അങ്ങനെ നിസാം ബഷീറിൻ്റെ നോബഡിയിലൂടെ ഒരിക്കൽ കൂടി ഇവരൊക്കെ കൂടി ഫീൽഡ് ഔട്ട് ആക്കുന്ന പൃഥ്വിരാജിനെ. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന വേറൊരു സിനിമ ഞാൻ പറയാം. അത് ഖലീഫയാണ്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ. വൈശാഖിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല, വൈശാഖിനെ നിങ്ങൾക്കറിയാം. വൈശാഖിൻ്റെ ഖലീഫ 2 ഭാഗങ്ങളായി വരുന്ന ഒരു വലിയ സിനിമയാണ്. ജിനൂവി എബ്രഹാം തിരക്കഥ എഴുതുന്ന ഖലീഫയിലെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഒരു ഇന്ത്യൻ ഭൂതകാലം അനാവരണം ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് വേട്ടയുടെ പശ്ചാത്തലം, കോഫെ പോസ നിയമം വന്നത്, അതിൻ്റെ തുടർച്ചയായിട്ട് ഉയർക്കപ്പെട്ട വലിയ കൊള്ള സംഘങ്ങളുടെ കഥ. മോഹൻലാലിനെ കേന്ദ്രീകരിച്ച് മറ്റൊരു പാർട്ടും കൂടി വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വൈശാഖിൻ്റെ സിനിമ ഖലീഫയിലൂടെ നായക കഥാപാത്രമായി പൃഥ്വിരാജ് വരികയാണ്. മൂന്നാമത്തേത് ആണ് ഏറ്റവും പ്രധാനം, സമീപകാലത്ത് ചർച്ചയായ സിനിമ ഒടിയൻ ഏജ് ഓഫ് ഇല്യൂഷൻ എന്ന പേരിൽ ആണ് സിനിമ വരുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമയാണ്. രാഹുലിനെ നിങ്ങൾക്കറിയാം, റെഡ് വൈൻ കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ DS ഇറ വരെ നീളുന്ന ഭൂതകാലവും പ്രമയുഗവും അതിനിടയിലെടുത്ത നമ്മുടെ രാഹുൽ സദാശിവൻ്റെ സിനിമയാണ്. ഏറ്റവും ഒടുവിൽ അനൗൺസ് ചെയ്ത സിനിമയാണ് ഒടിയൻ ഏജ് ഓഫ് ഇല്യൂഷൻ എന്ന സിനിമ. ഒടിയനെക്കുറിച്ച് നേരത്തെ മോഹൻലാലിൻ്റെ ഒടിയൻ നമുക്കറിയാവുന്നതാണ്. ആ ഒടിയനെ ഓർമ്മിപ്പിക്കുന്ന പേര് ഒക്കെ ഉണ്ട് എങ്കിലും ഒടിയൻ്റെ ആദ്യത്തെ പോസ്റ്റർ വലിയ ചർച്ചയായി മാറിയ സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഒടിയനിലൂടെ ഒരിക്കൽ കൂടി പൃഥ്വിരാജിനെ ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടിയിട്ട് ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്നത്. ഒടിയൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. പ്രഖ്യാപിക്കപ്പെട്ട ഒടിയനിലെ നായികയായിട്ട് പറഞ്ഞിരിക്കുന്ന ആരാ? അത് മഞ്ജു വാര്യർ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു വിഭാഗം, പ്രതിക്കൂട്ടിലായ ദിലീപിൻ്റെ ആരാധകർ എന്ന് പറയുന്ന ഒരു വിഭാഗം വെട്ടുകിളികൾ അറ്റാക്ക് ചെയ്ത ഒന്നാമത് നിൽക്കുന്ന ആൾ മഞ്ജു വാര്യരാണ്. അവർ ആണെങ്കിൽ അത്തരം ആക്രമണങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഒരു വിശദീകരണത്തിനും പോവാതെ സിനിമയിൽ നിരന്തരമായി അഭിനയിക്കാൻ മുന്നോട്ട് വന്നു. അവരുടെ സിനിമയിലെ അവസരങ്ങളുടെ കാര്യത്തിലോ മറ്റൊന്നിലോ സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളെ പോലും മൈൻഡ് ചെയ്യാണ്ട് ഈ പ്രതിസന്ധിയിൽ ആ നടിക്കൊപ്പം നിന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട സംഭവം. ഏറ്റവും ഒടുവിൽ അവരെ തന്നെ നായികയാക്കിക്കൊണ്ടൊരു സിനിമ എടുക്കാനും അതിൽ അവർ അഭിനയിക്കാനും ഒക്കെ തയ്യാറാവുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ അപ്പുറത്ത് പൃഥ്വിരാജ് നിൽക്കുന്നുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ ഒരാളെ ഫീൽഡ് ഔട്ട് ആക്കാൻ അവർ ഇറങ്ങില്ലല്ലോ, എല്ലാത്തിനും തക്കതായ കാരണമുണ്ടെന്നാണല്ലോ. എന്തായാലും ഇതിലും പൃഥ്വിരാജിനെ വ്യത്യസ്തനായി നിൽക്കുന്ന പൃഥ്വിരാജിൻ്റെ നിലപാടുകളെ എന്തായാലും ഭയക്കുന്ന ഒരു സംഘം ഇതുപോലെ ഫീൽഡ് ഔട്ട് ആക്കാൻ നിരന്തരം ഇറങ്ങുന്നു എന്നുള്ളതിൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. ഈ 3 ചിത്രത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഇവർ എന്തായാലും ഒരിക്കൽ കൂടി അയാളെ ഫീൽഡ് ഔട്ട് ആക്കേണ്ടി വരും. ഈ 3 സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ പൃഥ്വിരാജ് ഒരിക്കൽ കൂടി ഇവിടെ സജീവവും ഫീൽഡ് ഔട്ട് ആക്കുന്ന ആൾക്ക് വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുങ്ങി വരും എന്നുള്ളതാണ്. എന്തായാലും ഈ ഘട്ടത്തിലൊക്കെ എമ്പുരാൻ മുതൽ ഇങ്ങോട്ടുള്ള ഗുജറാത്ത് കലാപ കാലം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച ആ കാലം ഒന്നും കൂടി ഇവരുടെ ഓർമ്മയിലേക്ക് വരും. അപ്പം വീണ്ടും പൃഥ്വിരാജിനെ ഇങ്ങനെ ഫീൽഡ് ഔട്ട് ആക്കിക്കൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ടാവും, ഈ 3 സിനിമ കൊണ്ട് മൂപ്പർ എന്തായാലും ഒരിക്കൽ കൂടി വരും. അപ്പോൾ ഇത് കഴിഞ്ഞ് വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കാൻ ഈ ഫീൽഡ് ഔട്ട് സ്പെഷ്യലിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പണിയായിരിക്കും. അത് അവർക്കൊരു ജോലിയാണ് എന്നുള്ളത് നല്ലത് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ മാറി വരും എന്നുള്ളതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇത് നമുക്ക് നിലവിലെ വിവരങ്ങളും ട്രെയിലറും വെച്ച് നിഗമനത്തിലെത്താവുന്ന കാര്യങ്ങൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഒറിജിനൽ സിനിമ വന്നാലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഫീൽഡ് ഔട്ടുകാർ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.